തെരഞ്ഞെടുപ്പ് ഫലം നാളെ ഈ സമയത്ത് വോട്ട് എണ്ണി തുടങ്ങും. അപ്പോൾ എൻ്റെ കൂടെ LDF സ്ഥാനാർത്ഥി UR പ്രദീപാണ് ഉള്ളത്. വലിയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. പ്രദീപേട്ട, എങ്ങനെയുണ്ട് ഇത്തവണത്തെ എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷയിൽ തുടക്കം മുതൽ തന്നെ നിങ്ങൾ പല ഘട്ടത്തിലും ചോദിച്ച പോലെ തന്നെയാണ്. മാറ്റം വന്നിട്ടില്ല. ആ മാറ്റം ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫിഡൻസ് കൂടാണ്. എന്താ അങ്ങനെ കൂടാനായിട്ടുള്ളൊരു കാര്യം? അല്ല, പ്രതീക്ഷിക്കാത്ത ആളുകൾ ഭാഗത്ത് നിന്ന് അപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി ഇന്നലെ വരെ പ്രവർത്തിച്ച ആളുകൾ വന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്നാലും ചെയ്തു എന്നുള്ളത് ഉറപ്പ് കിട്ടാൻ വേണ്ടി ചില തെളിവുകളും അവർ തന്നെ ഇങ്ങോട്ട് കൈമാറി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമുക്ക് ഈ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ എല്ലാം കണക്ക് കൂട്ടി വെച്ചാലും ഇതിനപ്പുറത്ത് പ്ലസ്സായി വരുന്ന കുറേ വോട്ടുകൾ പിന്നീട് വരുന്ന കാഴ്ചകൾ കണ്ടു. അതെല്ലാം വെച്ച് തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഉറപ്പ് കൂടുകയാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഈ ഏതൊക്കെ മേഖലയിലായിരിക്കും പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ കൂടാനായിട്ടുള്ളൊരു സാധ്യത കണക്കാക്കിയിരിക്കുന്നത്? ബൂത്ത് തലത്തിലുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അല്ല, ഇതിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് മാത്രമല്ല, അല്ലാത്ത പഞ്ചായത്തുകളിലും ഇത്തവണ നമ്മൾ കാണാൻ പറ്റിയൊരു കാഴ്ച, നല്ല പോലെ കേഡർമാർ ഇറങ്ങി അവർ ആത്മാർത്ഥമായ വർക്ക്. ഇപ്പോൾ തിരുവില്ലാമലയും പഴയന്നൂരൊക്കെ കണ്ടൊരു കാഴ്ച. പൊതുവെ അതെല്ലാം UDFൻ്റെ കൈകളിലുള്ള ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. എന്നാൽ അവിടുത്തെ പ്രവർത്തകർ അതൊരു വലിയ ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടുക. പോളിംഗ് ദിവസം ഞാൻ പോളിംഗ് ബൂത്തിൽ പോകുന്ന സമയത്ത് പുറത്തുള്ള LDFൻ്റെ ക്യാമ്പുകൾ കാണുമ്പോൾ അവർക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പോലും അവർക്ക് സമയമില്ല. അവർ പറഞ്ഞു, ഒന്ന് സെൽഫി എടുക്കാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ കുറച്ചും കൂടെ വോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് 3 മണി സമയത്ത് 4 മണി സമയത്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്ത് നിൽക്കാൻ നേരമില്ലാതെ ഓടുകയാണ്. അതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ആ പ്രവർത്തനം നല്ലപോലെ നമുക്കത് ആവേശം കൂട്ടുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിക്കൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തവണ ചേലക്കരയിൽ ആ കാര്യത്തിൽ സേഫ് ആണെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തം. അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിക്ക് കൂടി അതിനെ കാണാറുണ്ട്. അപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ വിജയമുറപ്പെന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഭരണത്തിനോടുള്ള യോജിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, നേരത്തെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മാതൃഭൂമിനോട് ചോദ്യം ചോദിക്കേണ്ട ഇതേ സെയിം ചോദ്യം. എനിക്ക് താഴെ പോകുമ്പോൾ ആളുകൾ ഇത്തരം സംസാരമല്ല, അവരുടെ ജീവിത പ്രയാസമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദിക്കാറ്. അതിന് പരിഹാരം ഉണ്ടാക്കണം, അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് ഇടപെടൽ കൃത്യമായി നമ്മൾ സമയബന്ധിതമായി എത്തിക്കാൻ ഒരു ഇടപെടൽ നടത്തി തരണം. അത്രേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ എന്നെനിക്ക്. പിന്നെ മറ്റ് പ്രാദേശിക തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അതിൻ്റെ ചില റോഡിൻ്റെ ശോചനീയാവസ്ഥ അതെല്ലാം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതോടെ അവർക്കെല്ലാം ബോധ്യപ്പെട്ടു. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഉൾക്കൊണ്ടിട്ടും അത് നമുക്ക് ഇടതുപക്ഷത്തിന് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർ പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി കൊടുക്കും വേണം. അപ്പോൾ അതൊരു ഭരണത്തിൻ്റെയും ഇതുമായി കണക്കില്ല. ചേലക്കരയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ വാക്കിനനുസരിച്ച് കൂടെ നിൽക്കുന്നുണ്ട് എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഭരണവികാരമോ മറ്റൊന്നും അല്ല. ഇവിടെ ഒരു താഴെത്തട്ടിലൊരു ബന്ധമാണ്. ഇതിപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം, ഒരു വലിയ ഭൂരിപക്ഷമായിരുന്നു കെ രാധാകൃഷ്ണൻ മത്സരിച്ച സമയത്തുണ്ടായിരുന്നത്. അതിന് മുൻപ് താങ്കൾ മത്സരിച്ചപ്പോൾ അതിനേക്കാൾ 10,000 അതെ 10,200 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പം ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടാൻ സാധ്യതയുണ്ടോ? അതോ? ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ വട്ടത്തേക്കാൾ നല്ലപോലെ ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് സാധ്യത അങ്ങനെ. രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഇമേജ് ഈ മണ്ഡലത്തിനകത്ത് ഉണ്ട്. അദ്ദേഹത്തിന് വർഷങ്ങളായി ഇവിടെ മണ്ഡലത്തിനകത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാനും ഇതെല്ലാമായിട്ടുണ്ട്. അതൊരു പേഴ്സണലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യും. ഒപ്പം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. അവരും വോട്ട് ചെയ്യുമ്പോൾ ഒക്കെയാണ് വലിയ ഭൂരിപക്ഷം വരുന്നത്. അത്തരത്തിൽ UR പ്രദീപിന് വരുമെന്നൊരു കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ഒരു നല്ല ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് രാധാകൃഷ്ണനും ഞാനും അടക്കം വരുന്ന ആളുകൾ ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞത്. എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാകും. എന്താ ടെൻഷൻ ഉണ്ടാകുന്നത്? അത് സാധാരണയാണ്. ടെൻഷൻ ഏത് സ്ഥാനാർത്ഥിക്കും ഉള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണാൻ പോകുന്ന തലേ ദിവസം എല്ലാവർക്കും ഒരു നെഞ്ചെടുപ്പുണ്ടാവും. അത് നമുക്കൊരു അഹങ്കാരത്തോടൊന്നും പറയാൻ കഴിയില്ല. അത് ജനം എങ്ങനെ വിധി എഴുതാമെന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണം. ഇത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 കൊല്ലം. അതിന് ശേഷം സംഘടനാ പ്രവർത്തനമായി നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ടുണ്ട്. ഇതെല്ലാം ജനം നോക്കുമല്ലോ.
നോക്കി ഒരു വിധിയെഴുത്ത് നടത്തും. അതിലെന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കുറവ് നമുക്ക് നാളത്തെ എണ്ണലിൽ കാണാം. എന്തായാലും അതുണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളോട് മുമ്പിൽ സംസാരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥിക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഒരു നെഞ്ചിടിപ്പുണ്ട്. എന്തായാലും ആ നെഞ്ചിടിപ്പിനൊക്കെ ഒരു വിരാമം, അതായത് മറ്റ് ടെൻഷനുകളൊക്കെ അവസാനിപ്പിച്ച് വളരെയേറെ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം. നാളെ വോട്ടെണ്ണുമ്പോൾ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF ക്യാമ്പ് എന്തായാലും ഉള്ളത്. കണക്കുകൂട്ടലുകളെല്ലാം തന്നെ കൃത്യമാണ് എന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.